ഹായ് ഫ്രണ്ട്സ്, വളരെ മനോഹരമായിട്ട് ചെയ്യാവുന്നൊരു ക്രാഫ്റ്റ് ഐറ്റമാണ്. അത് മിനി ബാഗാണ് നമ്മൾ ചെയ്യുന്നത്. അത് മിനി ബാഗ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്നൊരു സിമ്പിളായിട്ടുള്ള ബോക്സുകളിൽ നിന്നുമാണ്. എനിക്ക് എന്നെ വിശ്വസിക്കാൻ വയ്യായിരുന്നു അത് എങ്ങനെ ചെയ്തെന്നുള്ളത്. അത്ര മനോഹരമായിട്ടും അത് അത്രയും പേഷ്യൻസോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ്. പേഷ്യൻസോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ്. ഇത് ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റാണ്. ആ ഒരു ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കൊണ്ടാണ് നമ്മളതെല്ലാം കംപ്ലീറ്റ് കവർ ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ ആ ഒരു ബോക്സിൻ്റെ എത്ര ആ ഒരു നീളമനുസരിച്ച് അത് ഫോം ഷീറ്റിൽ നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഓരോ പോർഷനും നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ അത് ഒട്ടിച്ച് ഫെവിക്കോൾ വെച്ച്, വെറും ഫെവിക്കോളാണ്, ആ ഒരു ഫെവിക്കോൾ കൊണ്ട് നമ്മൾ ഒട്ടിച്ച് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പോർഷനായിട്ട് 4 സൈഡും അതാത് അളവിനുള്ള ഒരു പോർഷൻ നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തിയതിന് ശേഷമായിരിക്കും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് അവിടെ അത്രയും ഭാഗവും നമുക്ക് അത് ഒട്ടിച്ച് എടുക്കാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ഓരോ പോർഷനും നമ്മൾ ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ ഓരോ വേസ്റ്റാക്കി കളയാനെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കാണത്തില്ല. നമ്മളത് അത് എടുത്ത് മാറ്റി വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് തന്നെ വളരെ വ്യത്യസ്തം. നമ്മൾ വെറുതെ എല്ലാം വാങ്ങിക്കാതെ അവർക്ക് പെൻസിൽ ബോക്സായിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ബോക്സായിട്ടോ അവർക്ക് ഇത് യൂസ് ചെയ്ത് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. അതും വ്യത്യസ്തമായിട്ട് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനോഹരമായിട്ടുമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ക്രാഫ്റ്റ് ഐറ്റം എന്തെല്ലാമാണോ അതെല്ലാമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യമേ നമ്മൾ ഇതെല്ലാം കവർ ചെയ്യണം. അതിൻ്റെ അകത്ത് ഇതിപ്പം ഞാൻ ഓറഞ്ച് ഗ്രീൻ കളറാണ്. നമ്മളെ കയ്യിലുള്ള കളർ കൊണ്ടോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കളറും മനോഹരമായിട്ട് കുട്ടികളെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്ററായിട്ട്. അപ്പോൾ അവരത് കൊണ്ടുപോകാനും അവർക്ക് സ്കൂളിൽ പോകാനുമായിട്ടുള്ളൊരു കുട്ടികളെ കാണിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസിയും കാണും. അത്ര മനോഹരമായിട്ട് നമുക്കത് ചെയ്തെടുക്കാം. വെറുതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷവും കൂടിയാണ്. ഇതുപോലെയുള്ള ക്രാഫ്റ്റ് ഐറ്റംസുകൾ നമ്മളിങ്ങനെ വികസിപ്പിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്നതെല്ലാം, ഇപ്പം എനിക്കിത് എന്തൊക്കെ കണ്ടാലും അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആകാംക്ഷയാണ്. എന്ത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസുകൾ ഞാൻ ഇതുപോലെ ശേഖരിച്ച ബോക്സുകളായാലും ചെറിയ ചെറിയ ടിന്നുകളായാലും ചെറിയ ഗ്ലാസ് ബോട്ടിൽസുകളായാലും പ്ലാസ്റ്റിക് ബോട്ടിൽസുകളായാലും ഐസ്ക്രീം സ്റ്റിക്സുകളും ഐസ്ക്രീം ബോളുകളും ഇതെല്ലാം സെപ്പറേറ്റ് ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാനുള്ളൊരു ടെൻഡൻസി നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോന്ന് ചെയ്ത് നോക്കുമ്പം നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്കത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം 4 ബോർഡറും നമ്മൾ ഓരോന്നും അളന്നെടുത്ത് അത് ഫെവിക്കോൾ വെച്ച് നീറ്റായിട്ട്, പേപ്പർ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്താൽ മതി. ഈ പേപ്പർ ബോക്സ് തന്നെ അല്ലാതെ തന്നെ നമുക്ക് വേസ്റ്റാക്കി മറ്റെന്തിൻ്റെങ്കിലും പ്ലാസ്റ്റിക് ബോക്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് B7000 എന്നുള്ളൊരു ഗം കൊണ്ട് കണ്ടില്ലേ, 2 സൈഡും നമ്മളൊന്ന് മടക്കിയപ്പോഴാണ് ഇങ്ങനൊരു ഷേപ്പ് കിട്ടിയത്. വെറുതെ ഞാനൊന്ന് മടക്കി നോക്കിയപ്പോൾ 2 സൈഡ് നമുക്കത് മടക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് മറ്റൊരു കറക്റ്റ്ലി നമ്മൾ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ബോക്സായിട്ട് തന്നെ തോന്നി. വളരെ മനോഹരമായിട്ട് തന്നെ തോന്നി. നമുക്ക് കുറേ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റിന് ബാലൻസ് എല്ലാം ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് എല്ലാം എടുത്ത് യൂസാണ് ചെയ്തിരിക്കുന്നത്. ഈ 2 സൈഡും മുകൾ ഭാഗം മാത്രം ഒന്ന് കറക്റ്റ് പോർഷൻ വെച്ചൊന്ന് മടക്കിയാൽ മാത്രം മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മടങ്ങി വന്നോളും. അതിലിനി ഗ്രീൻ, അതിൻ്റെ അകത്തേക്കുള്ള ഓരോ പോർഷനുകളും ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ, ഇപ്പം ഓറഞ്ചിൻ്റെ കൂടെ കുറച്ചും കൂടി എടുത്ത് നിൽക്കത്തക്ക വിധത്തിലുള്ള ഗ്രീൻ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. നമ്മൾ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഓരോ ഭാഗങ്ങളും അതാതിൻ്റെ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും വൃത്തിയും ഭംഗിയോടെ നമുക്കത് ലാസ്റ്റ് വരെയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഓരോ പോർഷനും കട്ട് ചെയ്ത് അതിൻ്റെ അകം എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തത്. നമ്മൾ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് നമ്മൾ ഈ ഫാൻസി സെൻറ്ററുകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. കണ്ടില്ലേ, ഇതിപ്പം കവർ ചെയ്ത് ഒരു സാധാരണ നമ്മൾ കണ്ടില്ലേ
ഇതിനിപ്പം ഡെക്കറേറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. അതിൻ്റെ ബോർഡറുകളിൽ വേണമെങ്കിൽ നമുക്ക് വൈറ്റ് ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കൊണ്ട് വേണമെങ്കിലും ബോർഡർ ലൈൻ പോലെ നമുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഫാൻസി സെൻറ്ററിൽ നിന്നും കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ഐറ്റമോ അല്ലെങ്കിൽ നമ്മുടെ ഇയറിങ്സിൻ്റെ ബാലൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൽ ഒട്ടിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് രണ്ട് സൈഡും ഇതേപോലെ മടക്കുമ്പോൾ തന്നെ നമുക്ക് അത് ആ ഒരു പോർഷൻ മടങ്ങി തന്നെ കിട്ടും. ഇത് കുറച്ച് കട്ടിയുള്ളൊരു ബൈൻഡായിരുന്നു, ബോക്സായിരുന്നു. അത് നല്ല കുറച്ച് അത് ഒടിച്ച് മടക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മടക്കിയപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് അതേ പോർഷനായിട്ട് തന്നെ നമുക്ക് മടക്കി എടുക്കാൻ പറ്റി. ഒരു ബാഗിൻ്റെ ഒരു ഷേപ്പ് നമുക്കത് കിട്ടി. ഇതെന്ന് വെച്ചാൽ ഒരു ഹാൻഡ് അത് തൂക്കിയിടുന്നതായിട്ട് നമ്മൾ വേണ്ടിയിട്ട് ഇതുണ്ടായിരുന്നു നമ്മളെ കയ്യിൽ ഓൾറെഡി. സാറ്റേൺ റിബണിൻ്റെ അത് ചെറിയ ലേസുകളുണ്ട്, അത് വെച്ച് ഇനി ഇതിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനാണ് രണ്ടായിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചൊട്ടിച്ച് ഓരോ പോർഷനുകളും കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ നീറ്റായിട്ട് നമ്മളത് ആദ്യമേ അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഓരോന്നും. അതെടുത്ത് നമ്മൾ ആ ഫെവിക്കോളിൽ ചേർത്ത് ഒട്ടിച്ചെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒരുപാട് ബോക്സുകൾ നമ്മുടെ വീടുകളിൽ കാണുന്നത് നമുക്ക് വളരെ മനോഹരമായിട്ടും പല ഷേപ്പുകളിലും പല കളറുകളിലും വ്യത്യസ്തമായിട്ട് നമ്മളെ കുട്ടികൾക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, എന്ത് എളുപ്പത്തിൽ നമുക്കത് ചെയ്തെടുക്കാം. കുറച്ച് ശ്രദ്ധയോടെ അത് കട്ട് ചെയ്തെടുക്കണം എന്നേ ഉള്ളൂ. ഓരോ പോർഷനുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരികയാണ്. ബാക്ക് സൈഡ് അതുപോലെ തന്നെ ഈ രണ്ട് സൈഡുകളും ആ മടക്കുകളും ഇനി ഒരു ഉണ്ടല്ലേ അതിൻ്റെ ഒരു അകത്തെ പോർഷനും ഉണ്ടല്ലേ, ഇങ്ങനെ മടക്കുമ്പം തന്നെ ആ ഒരു ഏറ്റവും മുകളിലത്തെ ഭാഗം ഉണ്ടല്ലേ നല്ലതുപോലെ നമുക്ക് മടക്കി എടുക്കാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഒരു ഏറ്റവും മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഗോൾഡൻ വയർ കൊണ്ട് നല്ലൊരു ഹാൻഡിൽ വേണമെങ്കിലും കൊടുക്കാം. ഇനി അതിൻ്റെ ഓരോ പോർഷനും മുകളിലത്തെ പോർഷനും കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് അത് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ മടക്കി വെച്ചാൽ നല്ല ഭംഗിയുണ്ട്. നല്ല കണ്ടില്ലേ മനോഹരം. നമുക്ക് പോലും അത് വിചാരിക്കാൻ പറ്റില്ല. ഒരു സാധാ ബോക്സിനെ നമുക്ക് എങ്ങനെ അത് ഒടിച്ച് മടക്കി എടുക്കുകയാണ് ചെയ്തത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു കണ്ടില്ലേ ആ ഒരു മടക്കിന് നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് ഓരോ പോർഷനായിട്ട് അതും നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് അതിൻ്റെ ഗ്രീൻ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കൊണ്ട് ഷേപ്പ് ആദ്യമേ നോക്കി കട്ട് ചെയ്തെടുത്ത് ഫെവിക്കോളിൽ ഒട്ടിച്ച് എടുക്കുകയാണ്. ഇതുപോലെ നീറ്റായി കഴിഞ്ഞ് കംപ്ലീറ്റ് അത് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റി. കുറച്ച് പേഷ്യൻസോടുകൂടി തന്നെ ചെയ്യണം. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ബൊക്കെ മേക്കിങ്ങിൻ്റെതാണ്, അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണിത്. കണ്ടില്ലേ ഹാൻഡ്, നമുക്കത് കുട്ടികൾക്ക് തൂക്കി ഇട്ടുകൊണ്ട് പോകത്തക്ക വിധത്തിലുള്ള ഒരു ഹാൻഡിലായിട്ട് തന്നെ ചെയ്യാം. ഉണ്ടല്ലേ മനോഹരമായിട്ടുള്ളൊരു മിനി ബാഗായി കഴിഞ്ഞ്.